ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ആഗോള സമാധാനം ഉറപ്പാക്കുന്നതിന് ലോകം ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി 4 ദിനം കൂടി. കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ദേശീയ നേതാക്കളെ അണിനിരത്തി മുന്നണികൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. കേരളത്തിൽ വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്ക് അപേക്ഷിച്ചവരിൽ 81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. യുക്രൈൻ, ഇസ്രായേൽ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് $95 ശതകോടി സുരക്ഷാ സഹായം നൽകാൻ അമേരിക്കൻ പ്രതിനിധി സഭയുടെ അംഗീകാരം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം പുരോഗമിക്കുന്നു. 2ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ടോസ് നേടിയ പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ആഗോള സമാധാനം ഉറപ്പാക്കുന്നതിന് ലോകം ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ നയത്തിലും സാംസ്കാരിക പ്രതിച്ഛായയിലുമുണ്ടായ മാറ്റമാണ് ഇതിന് കാരണമെന്നും ശ്രീ മോദി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ 2550ാമത് ഭഗവാൻ മഹാവീർ നിർവാൺ മഹോത്സവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളെ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വയ്ക്കുന്നു. വിവിധ ആഗോള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ഉണ്ടെന്നും അതിനാലാണ് വിഭജിതമായ ലോകത്ത് വിശ്വബന്ധു എന്ന സ്ഥാനം നേടാൻ രാജ്യത്തിന് കഴിഞ്ഞതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഭരണവും പൊതുക്ഷേമവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ നയങ്ങൾ നടപ്പിലാക്കുന്നതിലും വെല്ലുവിളികളെ അതിജീവിക്കുന്നതിലും സാമൂഹിക മാറ്റത്തിന് നേതൃത്വം നൽകുന്നതിലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മുൻനിരയിലാണെന്നും രാജ്യത്തെ സേവിക്കുന്നതിലെ അവരുടെ പ്രതിബദ്ധതയും കഠിനാധ്വാനവും അങ്ങേയറ്റം വിലമതിക്കപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് 2ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ മാസം 26-ന് നടക്കും. കേരളത്തിലെ 20-ഉം കർണാടകയിലെ 14-ഉം രാജസ്ഥാനിലെ 13-ഉം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിലും 2ാം ഘട്ടത്തിൽ വിധിയെഴുതും. ഇതിനു പുറമെ മധ്യപ്രദേശിൽ നിന്ന് 7 സീറ്റുകളിലേക്കും അസം, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 5 സീറ്റുകളിലേക്കും പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 സീറ്റുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പും 2ാം ഘട്ടത്തിലാണ് നടക്കുക. ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും 1 ലോക്സഭാ മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. 3ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ അവസാനിച്ചിരുന്നു. 3ാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 7-നാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി, മുതിർന്ന നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിൽ BJP പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്ര സർക്കാർ നേട്ടങ്ങളിൽ ഊന്നിയായിരുന്നു പ്രചാരണം. പശ്ചിമ വിദർഭ മേഖലയിലുള്ള ബുൽദാനയിൽ 2ാം ഘട്ടമായ വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. 2ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 4 ദിവസം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലെ ജലോറിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിലെ കതിഹാറിലും BJP പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ കിഷൻഗഞ്ചിൽ NDAയ്ക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. BJP നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് ഛത്തീസ്ഗഡിലെ രാജ്നന്ദ് ഗാവോണിൽ NDA പ്രചാരണത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി, സച്ചിൻ പൈലറ്റ്, ഭൂപേഷ് ബാഗേൽ തുടങ്ങിയവർ രാജ്നന്ദ് ഗാവണിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. രാജസ്ഥാനിലെ ജലോർ ജില്ലയിലെ റാണിവാദയിൽ നടന്ന കോൺഗ്രസ് പ്രചാരണത്തിൽ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പങ്കെടുത്തു. ഉത്തർപ്രദേശിൽ BSP നേതാവ് മായാവതി ഇന്ന് അമ്രോഹയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആഗോളതലത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യ പ്രതീക്ഷ നൽകുന്നതായി കേന്ദ്രമന്ത്രി VK സിംഗ്. മലപ്പുറം എടവണ്ണപ്പാറയിൽ NDA സ്ഥാനാർത്ഥി K അബ്ദുൽ സലാമിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് BJPക്ക് അനുകൂല സാഹചര്യമാണുള്ളതെന്നും ശ്രീ VK സിംഗ് അഭിപ്രായപ്പെട്ടു.
രാഷ്ട്രീയ നിലപാടില്ലാത്തതിനാലാണ് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വ്യക്തിപരമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ സ്ഥിതിഗതികൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. INDI മുന്നണി അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും പ്രകടന പത്രിക രൂപീകരണ സമിതി ചെയർമാനുമായ പി ചിദംബരം. പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ് CPIM നടത്തുന്നതെന്നും ചിദംബരം പറഞ്ഞു. KPCC മാധ്യമ സമിതിയുടെ മുഖാമുഖം പരമ്പരയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചെന്ന പരാതിയിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ പോലീസ് കേസെടുത്തു. മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ടു തേടുന്നതായി ഒരു സ്വകാര്യ ചാനലിന്റെ അഭിമുഖത്തിൽ ശശി തരൂർ ആരോപിച്ചിരുന്നു. ഇതിനെതിരായ പരാതിക്കാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യുന്നത് ഒരുക്കിയിട്ടുള്ള വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്ക് അപേക്ഷിച്ചവരിൽ 81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. സംസ്ഥാനത്ത് ഇതുവരെ 1,42,799 പേർ വീട്ടിൽ വോട്ട് ചെയ്തു. 85 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള 1,02,285 പേരും ഭിന്നശേഷിക്കാരായ 40,514 പേരും ഇതിൽപ്പെടുന്നു. ഏപ്രിൽ 25 വരെ വീട്ടിൽ വോട്ട് തുടരും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ പ്രത്യക്ഷ നികുതി വരുമാനം 19.58 ലക്ഷം കോടി കടന്നതായി പ്രൊഫഷണൽ കണക്കുകൾ. മുൻ വർഷത്തെ ബജറ്റിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 7.4% വർധനയാണ് ഉണ്ടായത്. ഛത്തീസ്ഗഡിലെ ബസ്തറിലുണ്ടായ ബസ് അപകടത്തിൽ 9 സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരമാണ്. ബസ്തറിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഗരിയാബന്ദ് ജില്ലയിലേക്ക് പോകുകയായിരുന്ന മധ്യപ്രദേശ് സായുധ സേനാ ജവാന്മാരാണ് അപകടത്തിൽപ്പെട്ടത്. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. ജില്ലയിലെ ഭൈരംഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ആയുധങ്ങളുമായി ഒരു സ്കൂൾ ഹെഡ്മാസ്റ്റർ പിടിയിലായി. പോലീസും സൈന്യവും നടത്തിയ സംയുക്ത തിരച്ചിലിനിടെയാണ് ഇയാൾ പിടിയിലായത്. പിസ്റ്റൾ, ഗ്രനേഡ് തുടങ്ങിയവ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിൽ സിംലിപാൽ കടുവ സങ്കേതത്തിൽ കാട്ടുതീ. 31 ഇടങ്ങളിലാണ് കാട്ടുതീ കണ്ടതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. യുക്രൈൻ, ഇസ്രായേൽ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് $95 ശതകോടി സുരക്ഷാ സഹായം നൽകാൻ അമേരിക്കൻ പ്രതിനിധി സഭയുടെ അംഗീകാരം. ബിൽ വരും ദിവസങ്ങളിൽ സെനറ്റ് പരിഗണിച്ചേക്കും. യുക്രൈനിലെ അമേരിക്കൻ ആയുധ സാമഗ്രികളുടെ കുറവ് നികത്തുന്നതിന് 23 ബില്യൺ, ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിന് 9.1 ബില്യൺ എന്നിവ വകയിരുത്തുന്നതാണ് ബിൽ. തായ്വാൻ ഉൾപ്പെടെയുള്ള ഇൻഡോ പസഫിക് മേഖലയ്ക്കായി $8.12 ബില്യൺ ബില്ലിൽ വകയിരുത്തിയിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൈന സന്ദർശിക്കും. ഈ മാസം 24 മുതൽ 26 വരെയാണ് സന്ദർശനം. പശ്ചിമേഷ്യൻ സംഘർഷം, റഷ്യ യുക്രൈൻ യുദ്ധം, ചൈനയും തായ്വാനുമായുള്ള തെക്കൻ ചൈന കടൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ ആഗോള വിഷയങ്ങൾ സന്ദർശനത്തിൽ ചർച്ചയാകും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് 223 റൺ വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരു ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19.1 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺ എന്ന നിലയിലാണ്. ദക്ഷിണ കൊറിയയിൽ നടന്ന 2024 ലോക ഏഷ്യൻ ഓഷ്യാനിയൻ ഒളിമ്പിക് തുഴച്ചിൽ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയുടെ ബൽരാജ് പൻവാർ ഇടം നേടി. പുരുഷ സിംഗിൾസ് സ്കൾ വിഭാഗത്തിൽ 2000 മീറ്റർ റേസ് 7 മിനിറ്റ് 1.27 സെക്കൻഡിൽ മൂന്നാമതായി ഫിനിഷ് ചെയ്താണ് പവാർ ഒളിമ്പിക് യോഗ്യത നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സമാധാനം ഉറപ്പാക്കുന്നതിന് ലോകം ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി 4 ദിനം കൂടി. കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ദേശീയ നേതാക്കളെ അണിനിരത്തി മുന്നണികൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. കേരളത്തിൽ വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്ക് അപേക്ഷിച്ചവരിൽ 81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. യുക്രൈൻ, ഇസ്രായേൽ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് $95 ശതകോടി സുരക്ഷാ സഹായം നൽകാൻ അമേരിക്കൻ പ്രതിനിധി സഭയുടെ അംഗീകാരം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മത്സരം പുരോഗമിക്കുന്നു. 2ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ടോസ് നേടിയ പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.